വെൽക്കം ടു NRI വേൾഡ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിലെ പഠനം കൂടുതൽ ചെലവേറിയതായി മാറി. പഠന വിസ ഫീസ് 2000 ഓസ്ട്രേലിയൻ ഡോളറായി വർദ്ധിപ്പിച്ചു. വരാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ നീക്കം. നേരത്തെ പഠന വിസ ഫീസ് 1600 ഓസ്ട്രേലിയൻ ഡോളർ ആയിരുന്നു. അടുത്ത 4 വർഷത്തിനുള്ളിൽ 760 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ വരുമാനം നേടും. ഫെബ്രുവരിയിൽ മാത്രം ഏകദേശം 2 ലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിലെത്തി. മുൻ വർഷത്തേക്കാൾ 12.1% വർധനവ്. ഫീസ് വർധനവ് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ചെലവ് വഹിക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടുണ്ട്. ഇത് എൻറോൾമെന്റ് നമ്പറുകൾ കുറയ്ക്കും. കഴിഞ്ഞ വർഷം ഫീസ് വർധനവിനെ തുടർന്ന് ഇംഗ്ലീഷ് ഭാഷാ കോഴ്സ് പ്രവേശനത്തിൽ 50% കുറവുണ്ടായിരുന്നു. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഈ മാറ്റങ്ങളെന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഒരു പഠന കേന്ദ്രം എന്ന നിലയിൽ ഓസ്ട്രേലിയയുടെ ആകർഷണം കുറയ്ക്കുമെന്ന ആശങ്കയുമുണ്ട്. UK തൊഴിൽ വിസകൾ കർശനമാക്കുന്നു. ബിരുദതല ജോലികൾക്ക് മാത്രമായി വിദഗ്ധ ജോലി വിസ പരിമിതപ്പെടുത്തും. ശമ്പള പരിധി ഉയർത്താനും തീരുമാനം. വിദേശികളായ സോഷ്യൽ കെയർ വർക്കർമാരുടെ നിയമനത്തിൽ ആശങ്കയുണ്ട്. UK പുറത്തുള്ള എഴുത്തുകാർ, നർത്തകർ, ഫോട്ടോഗ്രാഫർമാർ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, സെറ്റ് ഡിസൈനർമാർ, ബോക്സ് ഓഫീസ് ജീവനക്കാർ എന്നിവരെ നിയമിക്കാം. ക്രിയേറ്റീവ് മേഖലയിലെ തൊഴിലുടമകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. കുറഞ്ഞ ശമ്പളമുള്ള പല ജോലികൾക്കും ഇനി തൊഴിൽ വിസ അനുവദിക്കില്ല. വിദേശികളായ സോഷ്യൽ കെയർ വർക്കർമാരുടെ നിയമനം അവസാനിപ്പിക്കും. നിലവിൽ ഈ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മാറാൻ 3 വർഷം സമയം നൽകും. ജോലികൾക്ക് പോയിന്റ് സംവിധാനം നടപ്പാക്കും. ബിരുദത്തെക്കാൾ കുറഞ്ഞ യോഗ്യത ആവശ്യമുള്ള ജോലികൾക്ക് ഇനി താൽക്കാലിക അനുമതിയേ ഉണ്ടാകൂ. ഇവർക്ക് ബന്ധുക്കളെ കൊണ്ടുവരാൻ കഴിയില്ല. 2026 ശേഷം ഇത്തരം ജോലികളിലെ നിയമനം വിദഗ്ധ സമിതി റിപ്പോർട്ട് അനുസരിച്ച് തീരുമാനിക്കും. UAE റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുതിച്ചുചാട്ടം. പലയിടത്തും വീട് വാടക കുതിച്ചുയരുന്നു.
UAE-യിലെ ജനസംഖ്യാ വർധനവ്, സാമ്പത്തിക വളർച്ച, പുതിയ വിസ നിയമങ്ങൾ, താമസ സൗകര്യം, പ്രീമിയം പ്രോപ്പർട്ടികൾക്കുള്ള ഉയർന്ന ഡിമാൻഡ് എന്നിവയാണ് വാടക വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. കൂടാതെ നിരവധി ആളുകൾ രാജ്യത്തേക്ക് വരുന്നതിനനുസരിച്ച് താമസ സൗകര്യങ്ങൾക്കുള്ള ആവശ്യം കുത്തനെ കൂടുന്നു. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലൂടെ 5 വർഷത്തെയും 10 വർഷത്തെയും റെസിഡൻസി വിസകൾ നൽകുന്നത് ഒരു പ്രധാന വളർച്ചാ ഘടകമാണ്. ഈ നടപടികൾ വിദേശ മൂലധനത്തെ ആകർഷിക്കുക മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് വിപണിയെയും സഹായിക്കുന്നു. ഇത് അന്താരാഷ്ട്ര നിക്ഷേപകർക്കും താമസക്കാർക്കും ഒരുപോലെ ഗുണകരമാകുന്നു. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. ഒമാനിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് ഇന്റർനാഷണൽ അക്കൗണ്ട് നമ്പർ നിർബന്ധമാക്കി. സാമ്പത്തിക ഇടപാടുകളിൽ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനാണ് നടപടി. ദുബായിൽ നിർമ്മാണ മേഖലയിലെ സ്ഥാപനങ്ങളുടെ നിലവാരം വിലയിരുത്താൻ റേറ്റിംഗ് സംവിധാനം വരുന്നു. അടുത്ത വർഷം ആദ്യം ഇത് പ്രാബല്യത്തിൽ വരും. കുവൈറ്റ് വിടാൻ പ്രവാസികൾക്ക് ചൊവ്വാഴ്ച മുതൽ എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കി. പെർമിറ്റ് ഇല്ലാത്ത പ്രവാസികളുടെ യാത്രാനുമതി നിഷേധിക്കും. UAE പാസ്പോർട്ട് വീണ്ടും കരുത്താർജിക്കുന്നു. 179 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. വീട്ടുജോലിക്കാരുടെ ശമ്പളം, ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ വിനിമയം ചെയ്യാൻ ആവശ്യപ്പെടുന്ന നിയമത്തിന്റെ 3ാം ഘട്ടം പ്രാബല്യത്തിൽ. 3 അതിലധികമോ വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകൾക്ക് ഇത് ബാധകം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. മത്തിയുടെ പേരിൽ ഒരു നാട്, ഒരു ദ്വീപ്. അതെ, നമ്മുടെ ചാളയ്ക്കും മത്തിക്കും ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ.
മണ്ണുകൊണ്ടുണ്ടാക്കുന്ന കേക്ക് വലിയ ജനപ്രീതിയും രുചിയുമുള്ള വിഭവമല്ല. പക്ഷേ ഒരു നാട്ടിൽ ക്ഷാമക്കാലത്ത് കഴിച്ചിരുന്നതാണ്.